സമ്പന്നമായ ഒരു ക്രൈസ്തവ പാരമ്പര്യമുള്ള രാജ്യമാണ് തുർക്കിയെങ്കിലും കഴിഞ്ഞ 100 വർഷത്തിനിടയ്ക്ക് 25% ജനസംഖ്യയുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഏകദേശം 0.5% നിലവാരത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ജാതിയും മതവും അടിസ്ഥാനത്തിലുള്ള സെൻസസ് തുർക്കിയിൽ എടുക്കാത്തതുകൊണ്ട് കൃത്യമായ കണക്കുകൾ ലഭ്യവുമല്ല. ഓട്ടോമൻ സാമ്രാജ്യം ഭരിക്കുന്ന സമയത്ത് തുർക്കിയിൽ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുകയുണ്ടായി. ഗ്രീസിലും അർമേനിയയിലും ചെയ്തതുപോലെ മറ്റു മതങ്ങളിൽപ്പെട്ടവരെ കൊന്നൊടുക്കുന്ന സ്വഭാവം ഓട്ടോമൻ തുർക്കിക്കാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ജനസംഖ്യയിൽ വമ്പിച്ച കുറവുണ്ടായത്. ഇപ്പോൾ ഏകദേശം 3 ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ തുർക്കിയിൽ ജീവിക്കുന്നതായി അമേരിക്ക അടിസ്ഥാനമായ പ്യൂ റിസർച്ച് സെന്റർ അഭിപ്രായപ്പെടുന്നു. 236ഓളം ക്രിസ്ത്യൻ പള്ളികളും ഇവിടെയുണ്ട്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് പോലെയുള്ള ക്രൈസ്തവ സഭകളുടെ ആസ്ഥാനവും പരമ്പരാഗതമായി തുർക്കിയിലെ ഇസ്താംബൂൾ നഗരമാണ്. തുർക്കിയിലെ മുസ്ലിം ഗവൺമെന്റ് ക്രിസ്ത്യൻ പാതിരിമാർ മതം മാറ്റം നടത്തുന്നുവെന്ന് ആക്ഷേപം നടത്താറുണ്ട്. മുസ്ലിം തീവ്രവാദികൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭീഷണിയായി ക്രിസ്ത്യാനികളുടെ മതം മാറ്റ ശ്രമങ്ങൾ ഗവൺമെന്റ് നോക്കിക്കാണുന്നു. ധാരാളം വിദേശ മിഷണറി പ്രവർത്തകരെ തുർക്കി സ്ഥിരമായി പുറത്താക്കാറുണ്ട്. സ്വത്തുക്കൾ വാങ്ങിക്കുന്നതിലും ക്രിസ്ത്യാനികൾക്ക് നിയന്ത്രണമുണ്ട്. 6 വർഷം മുമ്പ് ഹാഗിയ സോഫിയ എന്ന ക്രിസ്ത്യൻ പള്ളി ഒരു ജുമാ മസ്ജിദാക്കി മാറ്റിയത് തുർക്കിക്കുള്ളിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ക്രിസ്ത്യാനികളുടെ എതിർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സമൂഹത്തിന്റെ സകല മേഖലകളിലും ക്രിസ്ത്യാനികളെ തരംതാഴ്ത്തുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു പോളിസി ഇപ്പോൾ തുർക്കി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തുർക്കിക്ക് യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടതില്ല എന്നാണ് ഫ്രാൻസും ജർമ്മനിയും പോലെയുള്ള രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. എങ്കിലും നാറ്റോയിൽ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമായി സൈനികമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യമായി തുർക്കി അറിയപ്പെടുന്നു.